വോട്ട് ചോർ ഗദ്ദിച്ചോർ എന്ന മുദ്രാവാക്യവുമായി നരേന്ദ്രമോദി സർക്കാരിന്റെ അടിവാരങ്ങളെ പിടിച്ചു കുലുക്കുന്ന കൊടുങ്കാറ്റായി മാറിയ രാഹുൽ ഗാന്ധിയെ പൂട്ടുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ അടവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന CRPF-നെ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയാണ് സർക്കാർ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CRPF മല്ലികാർജുന ഖാർഗെക്ക്, AICC പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. അതിൽ പറയുന്നത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി CRPF-ന്റെ സുരക്ഷാ പ്രോട്ടോകോളുകളൊന്നും അനുസരിക്കുന്നില്ല, അതനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ലംഘിക്കുന്നു. അതായത് രാജ്യത്ത് നടത്തുന്ന ചില സന്ദർശന പരിപാടികൾ CRPF-നെ അറിയിക്കുന്നില്ല. അതുപോലെ തന്നെ പൊതുയോഗങ്ങളിലെ റാലികളിൽ അദ്ദേഹം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു, അവരുമായിട്ട് ഇടപഴകുന്നു. അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട വിധത്തിൽ പ്രയോജനകരമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ ഉപരി അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ, മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ആരെ കാണുന്നു, എവിടെ വെച്ച് കാണുന്നു, എപ്പോൾ കാണുന്നു, ഈ വക വിവരങ്ങളൊന്നും CRPF-നെ അറിയിക്കുന്നില്ല. ഇതൊക്കെയാണ് ഖാർഗെജിക്ക് CRPF അയച്ച കത്തില് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതേ കത്ത്, അല്ലെങ്കിൽ ഈ ഉള്ളടക്കമുള്ള കത്ത് CRPF രാഹുൽ ഗാന്ധിക്കും നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അശ്വമേധം തടയാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ സുരക്ഷയുടെ കാര്യം പറഞ്ഞ് പുതിയ ഏർപ്പാടുമായിട്ട് ഗവൺമെന്റ് വരുന്നത്. ഇതിനിടയ്ക്ക് പല പണികൾ അവർ നോക്കി. ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തുമ്പോൾ അതിന് വൈദ്യുതി നൽകാതിരിക്കാൻ നോക്കി, നൽകാതിരുന്നു. അതുമാത്രമല്ല, അത്തരം റാലികളിൽ പോലീസിന്റെ സഹായമില്ലാതെ ക്രമസമാധാനം പാലിക്കാൻ സാധിക്കില്ല. അപ്പൊ പോലീസിനെ നൽകാതിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എത്തിയപ്പോൾ ഒരു UP മന്ത്രിയുടെ നേതൃത്വത്തിൽ, ദിനേശ് പ്രതാപ് സിംഗ്, ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വഴി തടഞ്ഞു. അദ്ദേഹം സഞ്ചരിച്ച ഹൈവേയില് കുത്തിയിരിപ്പ് നടത്തി. ഒന്ന് ആലോചിച്ചു നോക്കി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന വഴിയില് ഒരു സംസ്ഥാനത്തിലെ മന്ത്രി. നമുക്ക് കേരളത്തിലൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. നമ്മളൊക്കെ മന്ത്രി എന്ന് പറഞ്ഞാല് അതിനൊരു പ്രാധാന്യമുണ്ട്, ഒരു പദവിയുണ്ട്. നമ്മുടെ മന്ത്രിമാർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് UP-യിലെ ഒരു മന്ത്രി, അയക്ക് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. തലക്കോളമാണോ? രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന വഴിയില് അനുയായികളുമായി വന്ന് കുത്തിയിരിക്കുക, അല്ലെങ്കിൽ പിക്കറ്റ് ചെയ്യുക. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചപ്പോ പോലീസുമായിട്ട് കയറി കോർക്കുക. ഇങ്ങനെ പല പല അഭ്യാസങ്ങള് രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും തരത്തിൽ തടയുന്നതിന് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുക. ആക്ഷേപങ്ങള്, അല്ലെങ്കിൽ കേസുകള്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങള്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് CRPF-നെ ഉപയോഗിച്ചുള്ള ഒരു പുതിയ അടവിന് വന്നിരിക്കുന്നത്. സദാസമയവും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി, അല്ലാതെ ദന്തഗോപുരങ്ങളിൽ ഒളിച്ചു പാർക്കുന്ന ഒരാളല്ല. അദ്ദേഹം പുറത്തേക്ക് വരുന്നു, ജനങ്ങളുമായിട്ട് ഇടപഴകുന്നു, സംവദിക്കുന്നു, അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നു, അവരുടെ പണിയിടങ്ങളില് പോകുന്നു, പാടങ്ങളില് അല്ലെങ്കിൽ പണിശാലകളില് അവരോടൊപ്പം ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു നേതാവ്. ഒരു മാസം മുമ്പ് അദ്ദേഹം നടത്തിയ ഈ വോട്ടുകളെ സംബന്ധിച്ച വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമുട്ടി ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ തനിനിറം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു. രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒന്നായിരുന്നു അത്. വൻതോതിൽ വോട്ട് കൊള്ളയടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ടാണ് ഭരണാധികാരികൾ അധികാരത്തിലെത്തിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ബീഹാറിൽ ഒരു 16 ദിവസത്തെ വോട്ട് അധികാർ യാത്ര നടത്തി. വോട്ട് ചോർ ഗദ്ദിച്ചോർ എന്നായിരുന്നു ആ യാത്രയുടെ മുദ്രാവാക്യം. അതായത് വോട്ട് മോഷ്ടിച്ച് അധികാരത്തിൽ വന്നവരെ കസേര ഒഴിഞ്ഞു പോകണം. വലിയ പ്രകമ്പനമാണ് ബീഹാറിൽ ആ യാത്ര ഉണ്ടാക്കിയത്. തേജസ്വി യാദവ് കൂടെ ഉണ്ടായിരുന്നു, RJD നേതാവ്. മറ്റ് പ്രതിപക്ഷ നേതാക്കള്, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ വന്ന് ഈ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു. ഈ യാത്രയോടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നരേന്ദ്രമോദിക്ക് ദേശീയ തലത്തിലുള്ള ഏക ബദൽ എന്ന നിലയിലേക്ക് ഉയർന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ആ തലത്തിലേക്ക് വളർന്നു. അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ ജ്യേഷ്ഠനായി, സഹോദരനായി, മകനായി. ആ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തളയ്ക്കണം. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേന്ദ്രത്തിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJP-ക്ക് ഇല്ല. ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ കുതിച്ചുകയറ്റത്തെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയുടെ ചുമതല ഇപ്പോൾ CRPF-നാണ്.
എപ്പോഴും സായുധരായ 10 കമാൻഡോകള് രാഹുൽ ഗാന്ധിക്കൊപ്പം സദാസമയം ഉണ്ടാവും. യാത്രകളിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അവരെ അറിയാതെ അല്ല, അവരോട് പറയാതെ അറിയിക്കാതെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ചിലയിടത്ത് അപ്രതീക്ഷിതമായിട്ട് വാഹനം നിർത്തുന്നു, ജനങ്ങളുമായിട്ട് സംവദിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരു ആരോപണം പോലെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ വിദേശ യാത്രകൾ ഈ കഴിഞ്ഞ ഡിസംബറിന് ശേഷം വിയറ്റ്നാം, ദുബായ്, ഖത്തർ, ലണ്ടൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. അപ്പൊ അവിടുത്തെ യാത്രാ വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും CRPF കൈമാറുന്നില്ല. ഇതൊക്കെയാണ് ഖാർഗെജിക്ക് അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത്. പണ്ടും BJP-ക്കാര് രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തിന് ഒരു ദുരൂഹതയുടെ നിറം പകരാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്തോ രഹസ്യ ഏർപ്പാടിന് പോവുകയാണ്, അവിടെ രഹസ്യമായിട്ട് പലരെയും കാണാറുണ്ട്, രഹസ്യ ഇടപാടുകൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് BJP അവരുടെ നുണപ്രചാരകര് രാജ്യത്ത് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ പൗരനല്ലേ? അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചല്ലേ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ഏത് രാജ്യത്ത് പോയാലും അവിടെ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ സാന്നിധ്യമുണ്ട്. രാജ്യത്തിനുള്ളിലാണെങ്കിൽ നമ്മുടെ IB ഇന്റലിജൻസ് ബ്യൂറോ ഒന്നാന്തരം സേനയാ. രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൂട്ടത്തില് പേരും പെരുമയും പ്രഥമ സ്ഥാനങ്ങളുമുള്ള ഒരു ഏജൻസിയാണത്. അതിനേക്കാൾ മികവുള്ളതാണ് റോ. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച്, ഇന്റലിജൻസ് ബ്യൂറോയുടെയും റോയുടെയൊക്കെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരനായ രാഹുൽ ഗാന്ധിക്ക് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും? ഇതാരെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? BJP-യുടെ ഒരു പ്രധാന തന്ത്രം അതാ. അത് അധികാരത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ മുതല് BJP കൃത്യമായിട്ട് നടപ്പാക്കി പോരുന്ന ഒരു തന്ത്രം ഇത് തന്നെയാണ്, നുണപ്രചരണം. അത് ഏത് ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു മുഖമുദ്രയാ. അവിടെ ഒരു പ്രവർത്തന ശൈലിയും രീതിയുമാണ് നുണകൾ പ്രചരിപ്പിക്കുക. രാഹുൽ ഗാന്ധി മലേഷ്യയിൽ പോയാൽ, വിയറ്റ്നാമിൽ പോയാൽ അവിടെ അദ്ദേഹം ആരും രഹസ്യമായി കാണാനും രഹസ്യ ഇടപാടുകൾ നടത്താനും പോവുകയാണെന്നാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളോടുള്ള നമ്മുടെ വിശ്വാസക്കുറവിനെ കൂടിയാണ് കാണിക്കുന്നത്. പക്ഷെ അതൊന്നും ഈ BJP-ക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. പറഞ്ഞിട്ടെന്താണ് കാര്യം? ഇപ്പോൾ ഈ CRPF കത്തിന്റെ ഉദ്ദേശം അത് എന്താണെന്നുള്ളത് അത്യാവശ്യം ബുദ്ധിയും ബോധവും വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മളിപ്പോ പഴയ ഒരു മാധ്യമ പരിസരത്തിലല്ല ജീവിക്കുന്നത്. പത്രങ്ങളോ അല്ലെങ്കിൽ റേഡിയോയോ മാത്രമല്ല നമ്മൾ വിവരങ്ങൾക്ക് ആശ്രയിക്കുന്നത്, സോഷ്യൽ മീഡിയ, ടെലിവിഷൻ ചാനലുകൾ. അപ്പൊ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോഴപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കത്ത് വന്നതിന്റെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ അതൊന്ന് സൂചിപ്പിച്ചു. കാരണം രാഹുൽ ഗാന്ധി മോദിക്ക് ഒരു വലിയ എതിരാളിയായി, ശക്തിയായി, വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രാഹുൽ ഗാന്ധി ഒന്ന് ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് ഈ അഭ്യാസത്തിന് പിന്നിലെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ കാര്യത്തില് കേന്ദ്ര സർക്കാർ കാട്ടുന്ന ഈ വലിയ ആശങ്കയുണ്ടല്ലോ, അല്ലെങ്കിൽ കൺസേൺ, വേണമെങ്കിൽ അതിനൊരു കരുതൽ എന്നൊക്കെ നമുക്ക് ഇവിടെ വ്യാഖ്യാനിക്കാം. ഇത് എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അവര് 2 ബലിദാനികളുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ദിരാഗാന്ധിയെ വധിച്ചു, രാജീവ് ഗാന്ധിയെ വധിച്ചു. ആ ചരിത്രം, ദുരന്ത ചരിത്രം, അതിന്റെ ഓർമ്മകളുമായി നിൽക്കുന്നവരാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവർക്ക് SPG സുരക്ഷ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സുരക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുമാതിരിയുള്ള സുരക്ഷ ആവശ്യപ്പെടുന്നവരാണ് അവര്, അത് ലഭിക്കേണ്ടവരാണ് അവര്. പക്ഷെ മോദി സർക്കാർ എന്താ ചെയ്തത്? അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേക നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ആ സുരക്ഷാ സംവിധാനം പിൻവലിക്കുകയാണ് ചെയ്തത്. SPGയുടെ സുരക്ഷ വലിയ ചെലവുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് CRPF സുരക്ഷയിലേക്ക് അവരെ മാറ്റി. ഇപ്പൊ CRPF കൊണ്ട് കത്ത് കൊടുപ്പിച്ചിരിക്കുക, സുരക്ഷാ പ്രോട്ടോകോള് ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എത്രത്തോളം കൊണ്ട് മോദി സർക്കാരിന്റെ ആത്മാർത്ഥതയെന്ന് നമുക്കറിയാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ പോരാ എന്നാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികൾ പറയുന്നത്. കൂടുതൽ സുരക്ഷ നൽകുകയാണ് വേണ്ടത്. അത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് വെറുതെ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സുരക്ഷയല്ല, രാജ്യത്തിന്റെ ഒരു ഭാവി പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. BJP-ക്കാരത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും മോദിക്ക് ബദലായിട്ട് വളർന്നു വരുന്ന ഒരു നേതാവ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് നമ്മൾ ജീവവായുവായി കണ്ട ഭരണഘടന
അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാതെ അഭംഗുരം നിലനിർത്തുന്നതിന് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ശാസ്ത്രീയമായ വഴികളിലൂടെയുള്ള മുന്നേറ്റത്തിന് ഇതുപോലൊരു നേതാവ് നമുക്കുണ്ടായേ പറ്റൂ. അതിപ്പോഴുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ CRPF കൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ കത്തെഴുതിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തറവേല മാത്രമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളി കൂടിയാണിത്. ഇതൊക്കെ ആളുകൾ നന്നായിട്ട് അറിയുന്നുണ്ട്. ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല.